നമസ്തേ. ഇന്ന് ഞാൻ പൂജയ്ക്ക് വന്ന അമ്പലമാണ് ശിവഭഗവാന്റെ അമ്പലം. നന്ദികേശ ഭഗവാന്റെ ഉണ്ട്. നന്ദികേശ ഭഗവാന്റെ പ്രത്യേകതയാണ് നമ്മൾ എന്തെങ്കിലും കാര്യം സാധിക്കാൻ ഭഗവാന്റെ ചെവിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതാണ് ഐതിഹ്യം. ഓം ഭഗവാനെ രക്ഷിക്കണേ. ഇങ്ങനെ നമ്മൾ ഭഗവാന്റെ ചെവിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ ശിവഭഗവാൻ പെട്ടെന്ന് കേൾക്കുമെന്നാണ് എൻ്റെ ഐതിഹ്യം. ഓം നമഃശിവായ. രാവിലെ ഇന്ന് ക്ഷേത്രത്തിൽ ഭയങ്കര കോടമഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമായിരുന്നു. നമ്മളിപ്പോൾ ഗണപതി ഭഗവാന്റെ നടയിലേക്കാണ് പോകുന്നത്. ഗണപതി ഭഗവാന്റെ അടുത്ത് നമ്മളെത്തി. ഓം വിഘ്നേശ്വരായ നമ, മഹാഗണപതേ നമ. ഓം നമഃ ശിവായ. പിന്നെ രക്ഷസ് ഭഗവാൻ ഉണ്ട്, ബ്രഹ്മരക്ഷസ് ഭഗവാൻ. നല്ലൊരു ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാഗരാജാൻ ഇപ്പോൾ പുറ്റടവാണ്. നാങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ദുർഗയമ്മയും ഉണ്ട്. ദുർഗയമ്മയുടെ അടുത്തൊക്കെ നമുക്ക് പോവാം. അമ്മയെ ഭഗവതി എല്ലാവരും ദുർഗയമ്മയെ തൊഴുതോളും. ദുർഗാം ധ്യായത് ദുർഗതി പ്രശമനീം ദുർവാദള ശ്യാമള ചന്ദ്രോർക്കോജ്ജലശേഖരാം ത്രിനയനാം മാപീതവക്ഷോരുഹാം പാണീഭ്യാമളിപൂർണരത്നചഷകം രക്തോൽഫലം ബിഭ്രതി സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേ പരാമംബിക. ഇതാണ് ദുർഗയമ്മയുടെ ധ്യാന ശ്ലോകം. നമ്മുടെ യോഗീശ്വര ഭഗവാനുണ്ട്. എല്ലാവരും തൊഴുക. നമുക്കൊക്കെ ഇതേ ഉള്ളു ഒരു ആശ്രയം. ഭഗവാന്റെയൊക്കെ കാരുണ്യം മാത്രമാണ്. എപ്പോഴും ഭഗവാന്റെ ആ ഒരു ഭക്തി എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. എന്തുവാണ് ഇനി അടുത്ത നാളെ സംഭവിക്കും ഒന്നും നമുക്ക് പ്രവചിക്കാനൊക്കത്തില്ല. ആ ഭഗവാന്റെ കാരുണ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഏത് സമയവും ഊണിലും ഉറക്കത്തിലും എല്ലാം ഭഗവാനെ രക്ഷിക്കണം. എന്തുവാണ് അടുത്ത നിമിഷം എന്തുവാന്ന് പോലും നമുക്ക് പറയാനത്തില്ല. അതാണ് ഓരോത്. അപ്പം ഭഗവാന്റെ ആ കാരുണ്യം മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അപ്പം ആ മഹാഭഗവാനായ ശിവഭഗവാന്റെ അടുത്ത് പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് ചെല്ലാം. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തീന്നെന്നെ കരയേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമറന്നു പോം മനമെല്ലാം. മനതാരിൽ വന്ന് വിളയാടിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ശിവ ശിവ എന്ന് പറയാവതല്ലേ മഹമായ തൻ്റെ പ്രകൃതികൾ. മഹമായ നീക്കി അരുളേണം നാഥ
തിരുവൈക്കം വാഴും ശിവശംഭൂ. വലിയൊരു കാട്ടിൽ അകപ്പെട്ടേ ഞാനും, വഴിയും കാണാതെ ഉഴലുമ്പോൾ, വഴിയിൽ നേർവഴി അരുളേണം നാഥ, തിരുവൈക്കം വാഴും ശിവശംഭൂ. എളുപ്പമായുള്ള വഴി കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭൂ. അപ്പോൾ ഒന്നുകൂടെ, എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭൂ. ശിവനെ കാണാകും ശിവശംഭൂ. ശിവനെ കാണാകും ശിവശംഭൂ. ശംഭൂ മഹാദേവ മഹാദേവ മനോഹര. മതിച്ചേട്ടൻ എഴുതിയ പാട്ടാണ്. മതിച്ചേട്ടന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരുപാട് പാട്ടുകൾ മതിച്ചേട്ട എഴുതണം. ഉറക്കപ്പാട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഉണർത്തുപാട്ടും അതൊക്കെ ഒന്ന് എഴുതണം മതിച്ചേട്ടൻ. അമ്പലപ്പുഴ മതിച്ചേട്ടനാണ് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കവിയാണ്. ഭയങ്കര സോപാന സംഗീതത്തിൻ്റെ പകുതി കൂടുതലും പാട്ടുകൾ എഴുതിയ മതിച്ചേട്ടനാണ്. അമ്പലപ്പുഴ വിജയകുമാറേട്ടനാണ് എൻ്റെ ഗുരുനാഥനായ ചേട്ടനാണ് ഈ പാട്ടുകൾ, മിക്ക പാട്ടുകളും പാടിയിട്ടുള്ളത്. ഗാനഗന്ധർവൻ എന്ന് പറയത്തില്ല, അതുപോലെ തന്നെ സോപാന ഗന്ധർവനാണ് ഞങ്ങളുടെയൊക്കെ നാടിൻ്റെ അഭിമാനമായ, അമ്പലപ്പുഴയുടെ അഭിമാനമായ വിജയകുമാർ ചേട്ടൻ. ദാസേട്ടൻ എങ്ങനെയാണോ സംഗീത നമ്മുടെ സിനിമാ സംഗീതത്തിൽ, അതുപോലെയാണ് സോപാന സംഗീതത്തിൽ അമ്പലപ്പുഴ വിജയകുമാറേട്ടൻ. അപ്പോൾ ആ ഏട്ടന് വേണ്ടി നല്ല നല്ല പാട്ടുകൾ രചിച്ചു കൊടുക്കുന്ന ഏട്ടനാണ് മതിച്ചേട്ടൻ. ഞാൻ പറയുക, ഇനിയും ഒരുപാട് കവികളൊക്കെ ഉണ്ടല്ലോ, അവർ സോപാനം കൂടന്ന് എഴുതുക. ശ്രീമാരൻ തമ്പി സാർ എഴുതുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു സോപാന സംഗീതങ്ങളൊക്കെ. ശ്രീമാരൻ തമ്പി ഒരു 10 സോപാന സംഗീതം, അതിൻ്റെ ഒരു പുസ്തകം ഇറക്കുമായിരുന്നു, നല്ലതായിരുന്നു. കവികൾക്ക് പെട്ടെന്ന് വാക്കുകൾ വരും. അതുകൊണ്ട് ശ്രീമാരൻ തമ്പി സാറിനും ഇതുപോലുള്ളവരൊക്കെ എഴുതുകയാണ്, നല്ലതായിരുന്നു. അപ്പോൾ മഹാദേവ മനോഹര മഹാമന്ത്ര ദീപപ്രഭു മഹാമായ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നേൻ. എരിക്കും കൂവളത്തില ഇതൾ മാല ധരിച്ചു കൊണ്ടിരിക്കും ശങ്കര പ്രഭു ഇതാ നിന്നെ തൊഴുന്നേ. ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ. മഹാശൈലാധിപാ നിന്നെ ഇതാ വാഴ്ത്തി തൊഴുന്നേ. പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്തു പരമ ഗംഭീരമാക്കും പരമേശ തൊഴുന്നേ. കടുപ്പമേറിയിടും നല്ല പുലിത്തോലും മരവൂരി ഉടുത്തണിഞ്ഞിരിക്കുന്ന ഉമാകാന്ത തൊഴുന്നേ. ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ. മഹാശൈലാധിപാ നിന്നെ ഇതാ വാഴ്ത്തി തൊഴുന്നേ. മഹാമന്ത്രാധിപാ നിന്നെ ഇതാ വാഴ്ത്തി തൊഴുന്നേ.
മായാ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നേ. ഹരഹര മഹാദേവ. ഭഗവാനെ, ദിവക്കുട്ടൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ. ദിവക്കുട്ടൻ എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് വരണേ. ദിവക്കുട്ടൻ ചെറിയൊരു ഇത് പറ്റി ആശുപത്രിയിലാണ്. അപ്പോൾ ദിവക്കുട്ടന് വേണ്ടിയാണ് എപ്പോഴും പ്രാർത്ഥിച്ച്. അപ്പോൾ എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമഃ ശിവായ.